ഇതാണ് ആൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഇന്ത്യ ഗേറ്റ്. അതിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ് ഇതെല്ലാം. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നുള്ളത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റിൻ്റെ രണ്ട് സൈഡും കിലോമീറ്ററോളം നീളം ഉള്ള കുളങ്ങൾ. നിറയെ വെള്ളമുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഇതേപോലെ അങ്ങേ അറ്റം വരെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നീളത്തിലുണ്ട്. രണ്ട് സൈഡിലും കുളമാണ്. നല്ല ഈ പാർക്കിനോട് ചേർന്നാണ്. പാർക്ക് അതിമനോഹരമാണ്. പച്ചപ്പാൽ നിറഞ്ഞ ആണ് പാർക്ക്. കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനൊരു കുളിർമയാണ്. ഈ പാർക്കിൽ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ വന്നിരിക്കുകയും കാര്യങ്ങൾ. പാർക്ക് കണ്ടപ്പോൾ നടക്കാൻ പാർക്കിനകത്ത് കയറി നടന്നതാണ്. നല്ല രസമുണ്ട് നടക്കാൻ. കുറച്ച് ദൂരമുണ്ട് ഇന്ത്യ ഗേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഈ ചെന്നിറങ്ങുന്നത് രാജ്ഭവന് ഫ്രണ്ടിലുള്ള റോഡിലോട്ടാണ്. ഇവിടെ നിന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രാജ്ഭവൻ കാണാം. രാജ്ഭവനിലെ നോർത്ത് ബ്ലോക്കും സൗത്ത് ബ്ലോക്കും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അവിടെ നോക്കി കഴിഞ്ഞാൽ രാവിലെയൊക്കെ ഭയങ്കര തിരക്കാണ്. രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഭയങ്കര തിരക്കാണ് അവിടെ. രണ്ട് സൈഡിലും പാർക്ക് അതിമനോഹരമാണ് ഫ്രണ്ട്സ്. പാർക്ക് നല്ല കണ്ണിന് നല്ല നല്ല കുളിർമ നൽകുന്നുണ്ട് ഫ്രണ്ട്സ്. റോഡിലൊക്കെ ആൾക്കാർ കുറവാന്ന് തോന്നുന്നില്ല. ആൾക്കാരെല്ലാം തോന്നിക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സാധനമാണ് ഇതിലിരിക്കുന്നത്. ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ കാണിക്കാതെ നിങ്ങൾ നോക്കുകയാണ്. മനുഷ്യനൊന്നും പേടിയില്ലെന്ന്. എന്ത് ചെയ്യാൻ? ആൾക്കാർ ചെന്നാൽ പോലും അതിന് പേടിയില്ല. മാറത്ത് പോലും ഇല്ല. കണ്ട, ഇതാണ് കുരങ്ങ്. ഈ ഡൽഹിയുടെ ഭാഗത്ത് ഇവിടെ ഈ ഇന്ത്യ ഗേറ്റിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഭയങ്കരമായിട്ട് ശരിക്കും കാണാറുണ്ട് കുരങ്ങനെ. വീട്ടിൽ ഞാൻ നടക്കുകയാണ് ഫ്രണ്ട്സ്. കുറേ ദൂരമുണ്ട്. കൊള്ളല്ല ചേട്ടാ, പുള്ളി നമുക്ക് ഫോട്ടോ എടുത്ത് തരാമെന്നാണ് പറയുന്നത്. 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫോണിൽ അല്ലെങ്കിൽ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് വരുന്നു. പക്ഷെ അത് നല്ലൊരു രീതിയാണ് കേട്ടോ. അവർക്കൊരു ജീവിതമാർഗം. ശരിക്കും ആൾക്കാർ എടുക്കുന്നുണ്ട് അങ്ങനെ. നല്ല അത്യാവശ്യം നല്ല ഫോട്ടോ ആണ്. അപ്പോൾ തന്നെ ഒരു പ്രിൻ്റ് എടുത്ത് തരും നമുക്ക്. 20 രൂപയ്ക്ക് പ്രിൻറ്റും കിട്ടും, ഫോട്ടോയും. കൊള്ളാം ഫ്രണ്ട്സ്. ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇന്ത്യ ഗേറ്റ് കാണി. ഇവരും എൻ്റെ കൂട്ടിനെ നടക്കുകയാണ് അങ്ങേറ്റത്തുനിന്ന്. ഈ രാജ്ഭവൻ റോഡ് തന്നെ 2-3 അടുത്ത് ക്രോസിംഗ് ഉണ്ട്. അത് ക്രോസ് ചെയ്യാൻ വലിയ പാടാണ്. അണ്ടർഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ചേട്ടൻ ക്യാമറ ഉണ്ട്. ചേട്ടാ വേണ്ട ഞാൻ എടുത്തുകൊള്ളാം ഫ്രണ്ട്സ്. കൊണ്ട് ആ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ്. അതിമനോഹരമാണ് ഫ്രണ്ട്സ് കാണാൻ. ഏകദേശം 42 അടിയാണ് ഇതിൻ്റെ. ഏകദേശം അല്ല കേട്ടോ, 42 അടിയാണ് അതിൻ്റെ ഹൈറ്റ്. ഇന്ത്യ ഗേറ്റ്. ചേട്ടൻ്റെ ഫോട്ടോ എടുക്കാമല്ലോ. കൊള്ളാമല്ലോ. ചേട്ടാ അത് കാണിക്കൂ. ഫ്രണ്ട്സ്, ഇങ്ങോട്ട് വരുന്നവരും ആൾക്കാർ എണ്ണം കൂടുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഫാമിലിയായിട്ട് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ടൂറിസ്റ്റുകളും ഉണ്ട് കേട്ടോ. ശരിക്കും ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. തിരക്ക് കൂടി വരികയാണ്. ഫോട്ടോക്കാരുടെ ബഹളം വന്നല്ലോ. ഇവിടെ എല്ലാ ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട്. ജയ് ജവാൻ. ഇതൊരു ഹരമാണ് ഫ്രണ്ട്സ്. എവിടെ നിന്നാലും മനുഷ്യൻ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു രോമം എഴുന്നേൽക്കുന്ന ഫീലാണ്. ആ വണ്ടി, ആ മനുഷ്യന്, ആ യൂണിഫോമും, ആ തോക്കുമൊക്കെ ഫ്രണ്ട്സ്. ഇത് അണ്ടർഗ്രൗണ്ട് ക്രോസിംഗ് ആണ്. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങളെ ഇതുകൊണ്ടൊന്ന് കാണിക്കാം. റോഡ് ക്രോസ് ചെയ്ത് പോകാതെ നമുക്ക് അണ്ടർഗ്രൗണ്ട് കിടക്കും. അണ്ടർഗ്രൗണ്ടിൽ കൂടെ ആൾക്കാർ കുറവാണ് വരുന്നത് കേട്ടോ. എല്ലാവരും മറ്റേ റോഡ് ക്രോസ് ചെയ്യുന്നത് അതാകുമ്പോൾ എളുപ്പമാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ. അണ്ടർഗ്രൗണ്ട് കുറച്ച് ഇറങ്ങുകയും കയറുകയും പടി കയറി ചവിട്ടുമൊക്കെ വേണ്ടേ. ഇവിടെ DFMD വെച്ചിട്ടുണ്ട്. വർക്കാണോ ആണെന്ന് തോന്നുന്നു. ഗൈസ്, ഇതാണ് അണ്ടർഗ്രൗണ്ട്. അണ്ടർഗ്രൗണ്ടിൻ്റെ ഭിത്തി ചുമരിലെല്ലാം നമ്മുടെ ഓക്കെ ഇന്ത്യ ഗേറ്റിൻ്റെ ചരിത്രങ്ങളും ഇവിടുത്തെ ഒരു മാപ്പും അതൊക്കെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിന്ന് നിങ്ങളെ കാണിക്കുന്ന ടൈമില്ല. കാരണം
ആദ്യം നമ്മുടെ ലക്ഷ്യം ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് കണ്ടിട്ട് തിരിച്ചു നമുക്ക് നോക്കാം. അയ്യോ, അങ്ങനെ അണ്ടർഗ്രൗണ്ട് കഴിയാറായി. പടിയുടെ കയറി മേളിൽ ചെന്ന് കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് കഴിഞ്ഞു. ഫ്രാൻസ് ഭയങ്കര തിരക്കാണ് ഫ്രാൻസ് ഇവിടെ. അതെ അതെ, ആണാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തിട്ട് ആൾക്കാരുടെ ബഹളമാണ്, നല്ല തിരക്കുണ്ട്. ഞാനീ വരുന്ന ഒരു വൈകുന്നേരമാണ് കേട്ടോ, അതാണ് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് ഫാമിലിയായിട്ടൊക്കെ കാണാൻ ഇറങ്ങുന്നുണ്ട്. ഇതാണ് ഇന്ത്യ ഗേറ്റ്. ഈ സൈഡിലൊക്കെ പാർക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ഭയങ്കര കഷ്ടപ്പാടാണ്. പാർക്കൊക്കെ നല്ല രസമുണ്ട് കേസ് കാണാൻ, ഇരിക്കാനൊക്കെ ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. പാർക്കും അതിനപ്പുറത്ത് കുളം, കൊള്ളാം. ആൾക്കാരെല്ലാം സെൽഫി എടുക്കുകയാണ്. സെൽഫി സെൽഫി സെൽഫി. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് സെൽഫി എടുക്കണം വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്ത്യ ഗേറ്റിനെ കുറിച്ചുള്ള 1-2 ചെറിയ കാര്യങ്ങളോട് പറഞ്ഞുതരാം. ഇന്ത്യ ഗേറ്റ് ലോകത്തിലെ തന്നെ വലിയ യുദ്ധ സ്മാരകങ്ങളിലൊന്നാണ് അത്. ഇന്ത്യ ഗേറ്റിൻ്റെ രൂപകൽപ്പന ചെയ്യുന്നത് എഡ്വിൻ ലൂട്ടൺ 1931 ആണെന്നാണ്. അത് ഇന്ത്യ ഗേറ്റ് നിർമ്മിക്കാൻ ഒരു കാരണം, അതായത് ഇവിടെ ബ്രിട്ടീഷ് ഇന്ത്യൻ സേനയിൽ 1-ാം ലോക മഹായുദ്ധത്തിനും അഫ്ഗാൻ യുദ്ധത്തിനും മരണപ്പെട്ട ഇന്ത്യൻ ബ്രിട്ടീഷ് സേനയിൽ അംഗങ്ങളുടെ ഒരു സ്മാരകമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് കേട്ടോ. ഇത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച സമയത്ത് ഇതിൻ്റെ പേര് ആൾ ഇന്ത്യൻ വാർ മെമ്മോറിയൽ എന്നാണ്. ഇന്ന് കാണുന്ന ഇന്ത്യ ഗേറ്റ് എന്ന നാമകരണം ഇതിനായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ ജവാന്മാർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ, അതായത് ഈ കാണുന്ന ഗോപുരത്തിന് താഴെ ഒരു അമർ ജവാൻ ജ്യോതി രൂപകൽപ്പന ചെയ്ത് സ്ഥാപിച്ചു. അതിനുശേഷമാണ് ഇതിന് ഇന്ത്യ ഗേറ്റ് എന്നറിയപ്പെടുന്നത്. അമർ ജവാൻ ജ്യോതി എന്ന് പറയുന്നത് മാർബിളിൽ തീർത്ത ഒരു തൂണാണ്. ആ തൂണിൽ ഒരു തോക്കും ഒരു ഹെൽമെറ്റും പിന്നെ അണയാത്ത ഒരു ദീപവും. ഞാനത് വീഡിയോയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഒരു വട്ടം ഇവിടെ വന്ന് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. പിന്നെ ഇതിൻ്റെ തൂണുകളിൽ ഈ വീരചരമം പ്രാപിച്ച ജവാന്മാരുടെ പേരുകൾ കൊത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തില്ല, കാരണം എൻ്റെ ഫോണിൻ്റെ പവർ അത്ര ഉള്ളേ. എന്നാലും ശ്രമിക്കുന്നുണ്ട്, നോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത്യാവശ്യം പേരുകളൊക്കെ കാണാൻ സാധിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഇത് തൂണും, അതായത് ഈ ഭിത്തി മുഴുവനും അങ്ങനെ 4 സൈഡിലെയും ഭിത്തികളിലും പേരുകളുണ്ട്. സുഹൃത്തുക്കൾ, ഇതൊക്കെ ഒരു നിർമ്മിതി, ഇതൊക്കെ കണ്ടിരിക്കേണ്ട നിർമ്മിതികളാണ്. നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് നമ്മൾ കാണേണ്ട കുറേ കാഴ്ചകളും സ്ഥലങ്ങളുമുണ്ട്. നമുക്ക് ചിലർക്ക് അതിന് ഭാഗ്യം ഉണ്ടാവാറുണ്ട് നേരിട്ട് കാണാൻ. ചിലരിങ്ങനെ മറ്റുള്ളവരുള്ള വീഡിയോസും അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞും ഒക്കെ കാണുന്നു, അറിയപ്പെടുന്നു. ഇപ്പോൾ എനിക്കും ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ കറങ്ങി
ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ കഴിയുന്നു. വലിയൊരു ഭാഗ്യം. ഞാനും ഈ ബ്ലോഗൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ കമൻ്റായിട്ട് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ഇത് നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ വലത് സൈഡിൽ കാണുന്നൊരു കാഴ്ചയാണ് ഫ്രണ്ട്സ്. ഈ ഇന്ത്യ ഗേറ്റിൻ്റെ വലത് സൈഡും ഇടത് സൈഡും സെയിം കോപ്പിയാണ്. അത് വലത് സൈഡിൽ എന്താണോ അതേപോലെ തന്നെയാണ് ഇടത് സൈഡിലും. വലത് സൈഡിലും പാർക്ക് കുളങ്ങൾ സെയിം ആയിട്ട് ഇടത് സൈഡിലും പാർക്ക് കുളങ്ങളെല്ലാം ആണ്. രണ്ട് സൈഡ് സെയിം ഡിസൈനാണ്. ഗേസിൻ്റെ മുകളിലൊരു ചെറിയൊരു നോട്ടുണ്ട്, അതെനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. നല്ല തിരക്കുണ്ട് ആൾക്കാരുടെ. എല്ലാവരും ഇവിടെ ഈ സെൽഫി, അതായത് ഈ മറ്റേ സ്റ്റുഡിയോക്കാരുണ്ടല്ലോ, അവർ കൊള്ളാം അവരുടെ പരിപാടി കേട്ടോ. പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുത്ത് 2 മിനിറ്റ് കൊണ്ട് കൈ കൊടുക്കുന്ന 20 രൂപ. ചിലർ DSLR വെച്ചെടുക്കുന്നുണ്ട്, ചിലർ ഫോണിൽ വെച്ചെടുക്കുന്നുണ്ട്. ഈ കാണുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ കറക്റ്റ് ആ കാണുന്ന ഗോപുരത്തിന് സെൻറ്ററിൽ കൂടെ നോക്കിയാൽ കാണുന്നതാണ് അംബേദ്കറിൻ്റെ. ഇന്ത്യ ഗേറ്റിൽ നിന്ന് രാജ്ഭവൻ നല്ല ദൂരമുണ്ട് ഫ്രണ്ട്സ്. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം കാണും കേട്ടോ. നല്ല ദൂരമാണ്. കാരണം ഞാൻ നടന്ന് അവിടെ നിന്ന് ഇവിടെ വരാൻ വേണ്ടി ഏകദേശം ഒരു അരമണിക്കൂർ മുകളിലെടുത്ത്. പാർക്കിലൊക്കെ ആൾക്കാരൊന്ന് വിശ്രമിക്കുന്നുണ്ട് ശരിക്കും. ഇവർ പാർക്കിലൊക്കെ ഇരുന്ന് ആഹാരവും, അതായത് വീട്ടിൽ നിന്ന് വരുന്നവരിങ്ങനെ സ്നാക്സ് ഫുഡൊക്കെ ആയിട്ടാണ് വരുന്നത്. അവർ അവിടെ നിന്ന് കഴിക്കുകയും ഫുൾ എൻജോയ്മെൻ്റാണ് ഫാമിലിയായിട്ടൊക്കെ. ഫ്രണ്ട്സ് ഇത് നോക്കാം, വലത് സൈഡ് ഞാൻ പറഞ്ഞില്ലേ, വലത് സൈഡിൽ ഇടത് സൈഡിൽ ഒരേ സെയിം കോപ്പിയാണ്. അപ്പോൾ വലത് സൈഡിലൊരു കണ്ട ഇതാണ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വെച്ച് ഇങ്ങോട്ട് വന്നതാണ്. അവിടെ കാണുന്ന വെള്ളം ഒരു സ്തൂപത്തിൽ കൂടി ഇങ്ങനെ വെള്ളം വീഴുന്നത്. ആ സർക്കിളിന് ചുറ്റും സിംഹങ്ങളുടെ തലയാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഇച്ചിട്ട് അടുത്തോട്ട് ചെയ്ത് കാണിക്കുക. ഇനി ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ വീഴും. അയ്യോ വേണ്ട ഇവിടത്തേക്ക്. സെക്യൂരിറ്റി ഈത്ത വിളിക്കുന്നുണ്ട് കേട്ടോ. സെക്യൂരിറ്റി വരുന്ന അടുത്തോട്ട് പോയല്ലേ വെള്ളത്തിൽ വീണ പാടാ കുഴിയാ അത് ആഴമുണ്ടെന്നൊക്കെ. അത് നോക്കൂ കാണാൻ കഴിയുമെന്ന് അറിയത്തില്ല, ശ്രദ്ധിക്കൂ. ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്യാൻ നോക്കാം കേട്ടോ. ഫോണല്ലേ, അതിനുള്ള പവറല്ലേ ഉള്ളൂ. എത്രയായാലും സൂം ചെയ്താലും ഒക്കെ കാണാൻ കഴിയുമെന്ന് അറിയത്തില്ല. ആ വെള്ളം വീഴുന്ന എല്ലാം സിംഹങ്ങളുടെ തലയാണ്. കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ അതിനകത്ത് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് കളറ് റെഡ് ഗ്രീന് കളറിങ് ഉണ്ട്. താഴെ വെള്ളം വീഴുന്നിടത്തെല്ലാം ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലോട്ട് കുട പോലെ വിരിഞ്ഞിരിക്കുന്നതിനകത്ത് റെഡ് ലൈറ്റൊക്കെ കൊടുത്ത് സെറ്റപ്പ് ചെയ്തേക്കാണ്. കാണാൻ രസമുണ്ട് ഭയങ്കരമായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി തിരിച്ച് നടക്കാം. ഒരു പതുക്കെ പോകാൻ തിരിച്ച്, കാരണം ദൂരം കുറച്ചുണ്ട് തിരിച്ച് നടക്കാനേ. കുളം ഞാൻ പറഞ്ഞില്ല, കുളം സെയിം കാഴ്ചയാണ് ഫ്രണ്ട് 2 സൈഡിലും. ഇത്രയൊക്കെ ഉള്ളൂ ഇന്ത്യ ഗേറ്റിൻ്റെ അത്യാവശ്യം കാണുന്ന കാഴ്ചകൾ ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, പ്രോത്സാഹിപ്പിക്കൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ ഗുഡ് ബൈ.